ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. അതായത് ആദ്യത്തെ ഗർഭധാരണം നീക്കിവെക്കുന്നത്, മാറ്റിവെക്കുന്നത് ആശാസ്യകരമാണോ അല്ലയോ എന്ന വിഷയത്തെക്കുറിച്ച്. എന്തുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ കാണാൻ വരുന്ന പെൺകുട്ടികൾ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ 5-6 വർഷമായിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഗർഭത്തെപ്പറ്റി ചിന്തിക്കാത്തത്? ഗർഭിണിയാകാത്തതാണോ? അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നത്, എനിക്ക് ഗർഭധാരണത്തിനുള്ള മാനസികമായ തയ്യാറെടുപ്പായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കല്യാണം കഴിച്ച് 5-6 വർഷമായിട്ടുണ്ടാവും. അവരുടെ പ്രായം 30-നും 35-നും വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അവർ പറയുന്നത് മാനസികമായ തയ്യാറെടുപ്പില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം. പിന്നെ നമുക്ക് പണ്ടത്തെ പോലെയല്ല. പണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, വിശേഷമൊന്നുമില്ലേ? അല്ലെങ്കിൽ ഗർഭിണി ആയില്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വിഷമം തുടങ്ങും, വീട്ടുകാർക്ക് വിഷമം തുടങ്ങും. ഇപ്പോൾ അങ്ങനെയല്ല. പെൺകുട്ടികളൊക്കെ ഒരു വളരെ നല്ല പ്രവണതയാണ് പെൺകുട്ടികൾക്കൊക്കെ ഉള്ളത്. പഠിക്കണം, ഉന്നത വിദ്യാഭ്യാസം നേടണം, ഒരു ജോലി സമ്പാദിക്കണം, അവനവൻ്റെ കാലിൽ നിൽക്കുമാറാകണം. അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രായം വരെ നമുക്കിത് നീക്കിക്കൊണ്ട് പോകാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടി, കല്യാണവും കഴിഞ്ഞു, പിന്നെയും നമ്മളത് മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതറിയണമെങ്കിൽ ഏറ്റവും നല്ല പ്രായം ഏതാണ് ഗർഭിണിയാകാൻ? തീർച്ചയായിട്ടും 20-30 വയസ്സിനകം ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതാണ് ഏറ്റവും നല്ലത്, അമ്മയുടെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും. 20-25 വയസ്സിനിടയ്ക്ക് ഗർഭിണിയാകുന്നത് ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം, പഠനവും കാര്യങ്ങളും ഒക്കെ കൊണ്ട്. പക്ഷേ 25-30 വയസ്സിനിടയിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് തന്നെ ജോലി തിരക്കുകളുണ്ടെങ്കിലും, എന്ത് പഠിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും 25-നും 30 വയസ്സിനും ഇടയിൽ ഗർഭിണികളാകുന്നതാണ് നല്ലത്. 30 വയസ്സ് കഴിഞ്ഞ് ഗർഭധാരണം നടക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ വയസ്സ് പ്രായമായിട്ട് ഗർഭിണിയായാലുള്ള പ്രശ്നങ്ങൾ? ഒന്ന്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രഷറും ഷുഗറും ഒക്കെ വരുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 35 വയസ്സ് കഴിയുമ്പോഴാണ്. അപ്പോൾ 30 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മളുടെ ശരീരത്തിൽ വന്നു തുടങ്ങും. ഗർഭാവസ്ഥ എന്ന് പറയുന്നത് പ്രഷറും ഷുഗറും ഒക്കെ അല്ലെങ്കിൽ തന്നെ വരാവുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു വീട്ടിൽ പാരമ്പര്യമായിട്ട് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗർഭധാരണം നടന്നു കഴിയുമ്പോൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടും. പിന്നെ ഒരു നല്ല അണ്ടോൽപാദനം നടക്കുന്നത് നമ്മുടെ ആദ്യ പകുതിയിലാണ്. അതായത് 15 വയസ്സ് തുടങ്ങി 44 വയസ്സ് വരെയാണ് പ്രത്യുൽപാദന ജീവിതമെങ്കിൽ 30 മാക്സിമം 35 വയസ്സ് വരെ ആണ് നല്ല അണ്ടങ്ങൾ ഉണ്ടാകുന്നത്. 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ അത് പതുക്കെ എൻ്റെ ഗുണനിലവാരം കുറഞ്ഞു വരും. 35 വയസ്സ് കഴിയുമ്പോൾ അണ്ടങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് ജന്മവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു ഗർഭധാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശാരീരിക പ്രക്രിയ ആണെങ്കിൽ പോലും അത് കൊണ്ടു നടക്കുന്നതിന് സ്ത്രീക്ക് ഒരു ആരോഗ്യവും മറ്റും വേണം. ഇത് ഏറ്റവും നല്ലൊരു പ്രായം എന്ന് പറയുന്നത് 20-25 വയസ്സാണ്. അത് പറ്റിയില്ലെങ്കിൽ 30 വയസ്സിന് മുമ്പിലെങ്കിലും നമ്മുടെ ആദ്യത്തെ ഗർഭധാരണം നടന്നിരിക്കണം. മാനസികമായി തയ്യാറെടുപ്പായില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വെറും വിചാരങ്ങളാണ്. ഒരു കുഞ്ഞു ജീവിതത്തിൽ വരിക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ സാമൂഹ്യ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ആദ്യത്തെ ഗർഭം നമ്മൾ മാറ്റിവെക്കരുത്. കാര്യം 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അണ്ഡാശയത്തിൽ വരുന്ന ചോക്ലേറ്റ് സിസ്റ്റ്, അതുപോലെ ഗർഭാശയത്തിൽ വരുന്ന അഡിനോമയോസിസ് എന്ന് പറയുന്ന അസുഖം, ഗർഭാശയ മുഴകൾ, ഇതൊക്കെ പതുക്കെ വന്നു തുടങ്ങും. ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഗർഭധാരണത്തിനുള്ള സാധ്യത കുറയുന്നു. അഥവാ ഗർഭം ധരിച്ചാൽ തന്നെ ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഗർഭം അലസിപ്പോവുക,
ഗർഭത്തിൽ വരുന്ന മെഡിക്കൽ അസുഖങ്ങൾ, ഡയബറ്റിസ്, പ്രഷർ, വിളർച്ച, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നതും 30 വയസ്സിന് മുമ്പ് ആദ്യത്തെ ഗർഭം ധരിക്കുന്നതാണ് നല്ലത്. നന്ദി, നമസ്കാരം.